വാർത്താ സമ്മേളനം കൊണ്ട് കേരളത്തിലെ സഖാക്കന്മാരുടെ എല്ലാം ഒരേ ഒരു രക്ഷക പരിവേഷം കെട്ടിയിറങ്ങിയ അൻവറിക്കയെ എടുത്ത് ചെവറിൽ തേച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. രാജ്യസഭാ MP ആയിട്ടുള്ള A റഹീമാണ് പുതിയ രക്ഷക അവതാരത്തെ എടുത്ത് ചെവറിൽ തേച്ച കുറിപ്പ് എഴുതിയിരിക്കുന്നത്. കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇത്രയും കാലം ഈ നാട്ടിലെ സഖാക്കന്മാർക്ക് നാഥനില്ലായിരുന്നു, രക്ഷകരില്ലായിരുന്നു. അങ്ങനെ രക്ഷക പരിവേഷത്തിൽ വന്ന് നിങ്ങളെ മുഴുവൻ രക്ഷിക്കാൻ പോകുന്ന ഏക സംരക്ഷകൻ ഞാനാണ് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഈ പ്രസ്ഥാനത്തിലെ മുഴുവൻ സഖാക്കൾക്ക് ഇനി ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ച അൻവറിന് ഇതിനേക്കാൾ മികച്ച മറുപടി കിട്ടാനില്ല തന്നെ. ആ കുറിപ്പൊന്ന് കേട്ടോളൂ. ഞാൻ ഒഴികെ മറ്റാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഞാനല്ലാതെ മറ്റാർക്കും ഇവിടെ ധൈര്യമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ സാധാരണ പാർട്ടിക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ. കണ്ണൂരിലെ സാധാരണ സഖാക്കൾ പോലും എന്നോട് വിളിച്ചാണ് പരാതികൾ പറയാറ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പോലും പഠിക്കാൻ ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടാൽ കേരളം ഞെട്ടും. ഞാൻ ഒഴികെ ഈ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും മഹാ കുഴപ്പക്കാരാണ്. കുഴിമന്തിയും തിന്ന് മൊബൈലിൽ നോക്കി കിടക്കുന്ന വഴിതെറ്റിയ യുവാക്കളെ നല്ല വഴിക്ക് നയിക്കാൻ ഞാനല്ലാതെ ഇവിടെ വേറെ ഒരുത്തനുമില്ല. എനിക്ക് കിടക്കാൻ ഒരു ഷീറ്റ് മതി. ആകെ മൊത്തത്തിൽ ഞാൻ ഒരു വലിയ സംഭവമാണ്. സർവോപരി വലിയ പേരുകേട്ട തറവാട്ടിൽ പിറന്നവനാണ്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആത്മാഭിമാനമുള്ള ഏക മനുഷ്യനുമാണ്. അൻവർ ഒരു ചുക്കുമല്ല. ഈ പാർട്ടിക്ക് വേണ്ടി അൻവർ ഒരു ത്യാഗവും ചെയ്തിട്ടില്ല. അൻവർ ഈ പാർട്ടിക്ക് വേണ്ടി പ്രതിയായ ഒരു കേസുണ്ടോ? പാർട്ടിക്ക് വേണ്ടി ഒരു ദിവസം ജയിലിൽ എന്തെങ്കിലും ത്യാഗം ഇക്കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ അൻവർ അനുഭവിച്ചിട്ടില്ല. എന്നാൽ പാർട്ടി സഖാക്കൾ അൻവറിന് വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. അൻവറിന് വേണ്ടി സോഷ്യൽ മീഡിയയിലും തെരുവിലും ഒരുപോലെ എതിരാളികളോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 8 വർഷവും അൻവറിനെ രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഈ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഈ തറവാട്ടുകാരുമല്ല വന്ന് കാവൽ നിന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മുതൽ നിലമ്പൂരിലുള്ള പാർട്ടി സഖാക്കൾ വരെയാണ്. കേരളത്തിലെ പാർട്ടിയാണ്. എന്നാൽ ആ വേട്ടക്കാർക്കിന്ന് അൻവർ വിശുദ്ധനാണ്. വേട്ടയാടിയവരുമായി ഒറ്റ ദിവസം കൊണ്ട് ആത്മാഭിമാനി സന്ധിയായി. ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കുന്നത് ഒരു സമരമാണെന്ന് പ്രഖ്യാപിച്ച ആത്മാഭിമാനിക്ക് ഇപ്പോൾ അതിരാവിലെ ചായ കുടിക്കാൻ ഏഷ്യാനെറ്റ് കൂട്ടുവേണം. പെരുത്ത തറവാടിയുടെ അഭിമാന കാഴ്ചകൾ കേരളം കാണാൻ പോകുന്നതേയുള്ളൂ. ചിത്രം ആത്മാഭിമാനിയായ തറവാട്ടുകാരൻ സ്ഥിരം ഉപയോഗിക്കാറുള്ള ചിത്രങ്ങളിലൊന്ന്. ഇതാണ് റഹീമിൻ്റെ കുറിപ്പ്. ഞാനൊരു സംഭവമാണ്. ആ ഞാനെ എടുത്ത് ചെവരിൽ തേച്ചിട്ടുള്ളതാണ് ആ പോസ്റ്റ്. കുറിക്കുകൊള്ളുന്ന പരാമർശമാണ്. സ്വയം തറവാടിയാണെന്നും സ്വയം പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് അഭിരമിച്ച് നടക്കുന്ന തനി കോൺഗ്രസ്സുകാരുടെ തറവാടിയായിട്ടുള്ള അൻവറിക്കയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പുറത്തു വന്നതിന് ശേഷമുള്ള മികച്ച മറുപടി. റഹീമും നേരത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ അൻവർ പരിഹസിക്കാൻ ശ്രമിച്ചു. അതിനെല്ലാം കൂടി ചേർത്ത് ഒരു 1.5 മറുപടിയാണ് റഹീം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.